Dear students, welcome back to our social science class. നമ്മൾ കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ചെറിയൊരു ബ്രേക്ക് വന്ന് എക്സാമിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ നമ്മൾ 5 ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. ഹിസ്റ്ററിയിൽ 3 ചാപ്റ്ററും ജിയോഗ്രഫിയിൽ 2 ചാപ്റ്ററും. അപ്പോൾ ഇന്ന് നമ്മൾ ഹിസ്റ്ററി നിർത്തിവെച്ചിട്ട് ജിയോഗ്രഫി വീണ്ടും തുടങ്ങുകയാണ്. നമ്മുടെ ഏതൊരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഫാമിലി ബെറ്റർ സിറ്റുവേഷനിൽ സമൂഹത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമാണ് ഇൻകം അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം. എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഏതൊരു ഫാമിലിക്കും അത്യാവശ്യം. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ഫാമിലി ഫങ്ഷനിങ് ഇതൊക്കെ കൃത്യമായിട്ട് നടന്നു പോകണമെങ്കിൽ ഒരു ഇൻകം സോഴ്സ് വേണം. ഇത് നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. നമ്മൾ 5th കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഡിഫറൻറ്റ് ഇൻകം സോഴ്സസും അത് എങ്ങനെയാണ് ഒരു ഫാമിലിയിൽ എത്തണമെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതുപോലെ നമ്മുടെ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഈയൊരു ബെറ്റർ ഡെവലപ്മെൻറ്റ് നടന്നു പോവാൻ വരുമാനം ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന ഈ ന്യൂസുകളുടെ ഹെഡ്ലൈൻസുകളൊക്കെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നാഷണൽ ഇൻകം ഷെയർ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഹാസ് ഡിക്ലൈൻഡ്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇന്നെവിറ്റബിൾ ഫോർ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം സർവീസ് സെക്ടർ കണ്ടിന്യൂസ് ടു ബി ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ. അതെന്നതിന് പറയുന്നത് ആദ്യത്തെ ഒരു ന്യൂസിൽ നാഷണൽ ഇൻകം അഗ്രികൾച്ചർ സെഷൻ എന്നുള്ള ഡൊണേഷൻസ് കുറഞ്ഞു വരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, സർവീസ് സെക്ടറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് എന്നാണ്. നാഷണൽ ഇൻകത്തിൻ്റെ വളർച്ചക്ക് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, വ്യാവസായിക മേഖലയിലുള്ള വളർച്ച അനിവാര്യമാണ്. ഇതൊക്കെയാണ് ന്യൂസ് ലൈനിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്ത് കാര്യമാണ്? നാഷണൽ ഇൻകം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകണം നമ്മുടെ 3rd ചാപ്റ്റർ നാഷണൽ ഇൻകം. എന്താണ് ചാപ്റ്റർ നെയിം? നാഷണൽ ഇൻകം, അതായത് ദേശീയ വരുമാനം. ലെറ്റ് us analysis in detail the important concept related to national income, how it is calculated in India. നമ്മുടെ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റും ഇന്ത്യയിൽ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം എന്താണ്? ലൈക്ക് എ ഫാമിലി ഇൻകം, നമ്മുടെ ഫാമിലി ഇൻകം പോലെ തന്നെ ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ കൺട്രി ഇൻ 1 year ഇറ്റ് ഈസ് നാഷണൽ ഇൻകം. അതായത് ഒരു വർഷം നമ്മുടെ കൺട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വരുന്ന ടോട്ടൽ ഇൻകത്തിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഓരോ വർഷമാണ് നമ്മൾ ബേസ് ചെയ്തിട്ട് കണക്കാക്കാറ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഏൺഡ് ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ദിസ് ഈസ് റിസീവ്ഡ് മെയിൻലി ഫ്രം 3 സെക്ടർ. അതായത് ഒരു വർഷം നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടാക്കുന്ന ഗുഡ്സ് പ്രൊഡക്ഷനിൽ നിന്നാണ് നമുക്ക് വരുമാനം ഇൻകം ഉണ്ടാക്കാൻ കഴിയുക. ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഗുഡ്സ് ആർ ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ തിങ്സ് വിച്ച് ക്യാൻ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നിർമ്മിക്കുന്ന വസ്തുക്കളെയാണ്, തൊടാനും കാണാനും കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. സർവീസസ് എന്ന് പറഞ്ഞാലോ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആണ്, തൊടാനോ കാണാനോ കഴിയില്ല, ബട്ട് വിച്ച് ക്യാൻ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. കൂടാതെ ബട്ട് ഇറ്റ് ക്യാൻ
എക്സ്പീരിയൻസ്ഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ കഴിയുക, നമുക്കത് തൊടാനും കാണാനും കഴിയില്ല. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ബാങ്കിങ് ഓഫീസേഴ്സ്, ടീച്ചിങ്, ഡോക്ടർ, ഇതൊക്കെ നമുക്ക് പോയിട്ട് കാണാൻ കഴിയും. അവർ ചെയ്യുന്ന ജോലി നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അവർ നമ്മളെ ഇപ്പോൾ ഡോക്ടർ ഒന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയും. അതാണ് സർവീസസ്. അപ്പോൾ നമ്മുടെ ദേശീയ വരുമാനത്തിന് എല്ലാം ഈ ഏറ്റവും പ്രൊഡക്ഷന് ഈ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്നാണ് ദേശീയ വരുമാനം കിട്ടുന്നത്. അപ്പോൾ ദിസ് റിസീവ്ഡ് മെയിൻലി ഫ്രം 3 സെക്ടർ. അപ്പോൾ ദേശീയ വരുമാനം കിട്ടുന്നത് മെയിനായിട്ട് മൂന്ന് സെഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ 3 സെക്ടറിൽ നിന്നാണ്. അത് ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. അപ്പോൾ 3 രീതികളിലൂടെയാണ് നമുക്ക് ദേശീയ വരുമാനം കിട്ടുന്നത്. ഫസ്റ്റ് വൺ അഗ്രികൾച്ചറൽ സെക്ടർ, അതായത് കാർഷിക മേഖലയിൽ നിന്ന്. സെക്കൻഡ് വൺ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ വ്യാവസായിക മേഖല, നിർമ്മാണ പ്രക്രിയയിൽ നിന്ന്. തേർഡ് സർവീസ് സെക്ടർ, നമ്മൾ പറഞ്ഞു സർവീസ് സേവന മേഖലകളിൽ നിന്ന്. ഇൻകം ഫ്രം ദീസ് 3 സെക്ടേഴ്സ് വി ഗെറ്റ് നാഷണൽ ഇൻകം. അപ്പോൾ എന്താണ്, ഇതിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ കൂടെയാണ് നമുക്ക് നാഷണൽ ഇൻകമായിട്ട് വരുന്നത്. When we calculate the money value goods and services produced in a country during a particular year, we get the national income of the country for that year. അപ്പോൾ ഈ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും കൃത്യമായ നിർമ്മാണവും കാര്യങ്ങളൊക്കെ നമ്മളൊരു വർഷം നമ്മൾ കണക്കാക്കും. അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കും. ഇതിൽ നിന്നാണ് നമുക്ക് നാഷണൽ ഇൻകം കിട്ടുന്നത് ഒരു വർഷത്തെ. നമ്മൾ എന്തിനാണ് ഈ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ നോക്കുന്നത്? വൈ ഡു വി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം? എന്തുകൊണ്ടാണ് നമ്മളിത് കണക്കാക്കുന്നത്? എന്തിനാ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് കണക്കാക്കുന്നത്? നാഷണൽ ഇൻകം ഈസ് ഹെൽപ്ഫുൾ ഇൻ കാൽക്കുലേറ്റിംഗ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി, അതായത് ഒരു കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച അറിയാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഇൻകം നമ്മൾ കണക്കാക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്ക്രീനിൽ ഒരു ടേബിൾ കാണാൻ കഴിയും. കമ്പയർ ഓഫ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. അതിലെന്താണ്, വ്യത്യസ്ത രാജ്യങ്ങളുടെ എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു കമ്പാരിസണാണ്. അപ്പോൾ അതിൽ നാഷണൽ ഇൻകം കൊടുത്തിട്ടുണ്ട്, കൺട്രീസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ 2010, 13, 14 ഈ 3 വർഷം, അതായത് 2010, 2013, 2014 വളർച്ചയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? ഫൈൻഡ് ഔട്ട് ദ കൺട്രീസ് വിച്ച് ഹാവ് ഹയസ്റ്റ് ആൻഡ് ലോയസ്റ്റ് നാഷണൽ ഇൻകം. ഇതിൽ ഹയസ്റ്റ് നാഷണൽ ഇൻകം, ലോയസ്റ്റ് നാഷണൽ ഇൻകം ഉള്ള കൺട്രീസുകൾ ഏതൊക്കെയാണ്? USA 2014 ഇൻകം, അതായത് നാഷണൽ ഇൻകം ആണ് പറയുന്നത്, ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് 70,968 ക്രോറിലായിരിക്കും, അല്ലെങ്കിൽ ബില്യണിലൊക്കെ ആയിരിക്കും നാഷണൽ ഇൻകം പറയാറ്. IMFൻ്റെ വേൾഡ് എക്കണോമിക്, അതായത് ഇന്ത്യൻ മോണിറ്ററി ഫണ്ട്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ IMFൻ്റെ കണക്കുകളാണ്, അതിൽ നിന്നുള്ള ടേബിളാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ USA ആണ് ഏറ്റവും കൂടുതൽ ആയി നിൽക്കുന്നത്. ഏറ്റവും ലോയസ്റ്റ് ആയിട്ടുള്ളത്, ഇതിൽ നിന്ന് ഏറ്റവും ലോയസ്റ്റ് നാഷണൽ ഇൻകം കിട്ടുന്നത് ആർക്കാണ്? ബ്രസീലിനാണ്. അവിടെ വരുന്നത് എത്രയേ ഉള്ളൂ? 1799.6 ആണ് അവിടെ വരുന്നതുള്ളൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ നാഷണൽ ഇൻകം ഇതിൽ വരുന്നത് ബ്രസീലും, ഏറ്റവും കൂടിയത് USA ആണ്. അതുപോലെ നിങ്ങൾ മറ്റുള്ള ക്വസ്റ്റ്യൻസ്, കമ്പയർഡ് ടു 2013 വിച്ച് കൺട്രീസ് ഹാവ് അച്ചീവ്ഡ് എക്കണോമിക് ഗ്രോത്ത് ഇൻ 2014. 2014 13നേക്കാളും അച്ചീവ് ചെയ്ത കൺട്രീസ് ഏതൊക്കെയാണ്?
അതായത് അപ്പോൾ 2014 നമ്പർ നോക്കുക, 2013 നോക്കുക. 13 കൂടുതലാണ് 2014 സംഖ്യയെങ്കിൽ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞ വർഷത്തെ അത്ര വരുമാനം കിട്ടിയിട്ടില്ല. കമ്പയർ ടു 2013, വിച്ച് കൺട്രീസ് ഹാവ് ഫെയിൽഡ് അച്ചീവിങ് എക്കണോമിക് ഗ്രോത്ത് ഇൻ 2014? അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2014 2013 അത്ര ഈ നാഷണൽ ഇൻകം കിട്ടാത്ത രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഇറ്റലി എടുക്കുക. ഇറ്റലി 2013 2147.7 ഉണ്ട്. പക്ഷേ 2014 എത്തിയപ്പോൾ എന്താണ് 1819 അല്ലെങ്കിൽ 819 ഉള്ളൂ. കുറയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ ഓരോന്നിൻ്റെ നമ്പർ നോക്കിയിട്ടും അത് കണ്ടെത്തണം. അങ്ങനെ നമ്മളിങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഓരോ രാജ്യത്തിൻ്റെയും നാഷണൽ ഇൻകം, ബെറ്റർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ നാഷണൽ ഇൻകം കണക്കാക്കുന്നതിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. വാട്ട് ആർ ദ അതർ ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഒരു കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം ഇതാക്കുന്നതാണ് മെയിനായതും ഫസ്റ്റ് ആയതുമായ ഒബ്ജക്റ്റീവ്. പിന്നെ വാട്ട് ആർ ദ അതർ ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ്? മറ്റു ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറൻറ്റ് സെക്ടർ ഇൻ ദ എക്കണോമി. അതായത് എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ, നമ്മുടെ മൊത്തം സാമ്പത്തിക മേഖലയിൽ, ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ ഓരോ സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് അസസ് ചെയ്യാൻ, ഓരോ സെക്ടറിൽ നിന്നും കിട്ടുന്നത് എത്രയൊക്കെയാണെന്ന് അസസ് ചെയ്യാനാണ്. അടുത്ത ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഫേസ്ഡ് ദ എക്കോണമി. അത് നമ്മളെ എക്കോണമിയുടെ പ്രോബ്ലംസ്, എക്കോണമി എന്തൊക്കെ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇന്ത്യ എന്നല്ല പൊതുവെ ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. ടു ഹെൽപ്പ് ദ ഗവൺമെൻറ് ഇൻ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ് ഡിഫറൻറ്റ് പ്രോജക്ട്സ്. അതായത് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നതും നടത്തുന്നതുമായ വ്യത്യസ്ത പ്രോജക്റ്റുകളെ സഹായിക്കുന്നതിന്. അപ്പോൾ ഇത്രയ്ക്ക് പണം കിട്ടും, അതിൽ നിന്ന് നമുക്ക് ഇത്രയ്ക്ക് നീക്കി വെച്ചിട്ട് ആ പദ്ധതി തുടങ്ങാം, അതിൽ നിന്ന് ഇത്രയ്ക്ക് നീക്കി വെച്ചിട്ട് മറ്റുള്ള പദ്ധതികൾ അടുത്ത വർഷം ആവിഷ്കരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്ലാനിങ് ഒക്കെ കിട്ടുന്നതൊക്കെ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കിയാലാണ് അതിൽ നിന്നൊക്കെ ചെയ്യാൻ കഴിയാം. ടു ഫൈൻഡ് ഔട്ട് ദ ലിമിറ്റേഷൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും പരിമിതികളും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഈ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസായ നിർമ്മാണത്തിൻ്റെയും ഉൽപ്പാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയൊക്കെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന അഡ്വാൻറ്റേജസും ഒക്കെ കണക്കാക്കാനൊക്കെ നമുക്ക് ഈ നാഷണൽ ഇൻകം മനസ്സിലാക്കിയാലാണ് കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ഒരു കൺട്രിയുടെ നാഷണൽ ഇൻകം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നാഷണൽ ഇൻകം എന്താണെന്നാണ് പറയുന്നത്? ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ കൺട്രി ഇൻ 1 ഇയർ ഈസ് നാഷണൽ ഇൻകം. ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ വരുമാനമാണ് നാഷണൽ ഇൻകം. ഇറ്റ് ഈസ് എമൗണ്ട് ഏൺഡ് ഫ്രം ദ പ്രൊഡക്ഷൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ കൺട്രി ഡ്യൂറിങ് 1 ഇയർ. ഒരു വർഷത്തെ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മൊത്തം നിർമ്മാണ പ്രക്രിയയിലൂടെയൊക്കെയാണ് നമ്മളിത് സമ്പാദിക്കുന്നത്. പിന്നെ നാഷണൽ ഇൻകം കണക്കാക്കുന്നത് അല്ലെങ്കിൽ നാഷണൽ ഇൻകം കിട്ടുന്നത് 3 മാർഗങ്ങളിലൂടെയാണ്. മെയിൻലി 3 സെക്ടർ. ഏതൊക്കെയാണ്? അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. പിന്നെ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ ഇൻകം കാണുന്നതിന് മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? കാൽക്കുലേറ്റിംഗ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റു ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്?
to assess the contribution of different sectors in the economy, to study the problems faced by the economy, to help the government of planning and implementing different projects, to find out the limitations and advantages of economic activities like production, consumption and distribution. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമുക്കിനി ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.